ഹസ്ബൻഡ് സ്നേഹത്തോടെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു ബോക്സ് ആണ് ഇത്. ഇത് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. 90s കിഡ്സിന് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് ഇത്. അപ്പൊ എന്തൊക്കെയാ നോക്കിയാലോ എന്നവാ. 1 by 1 ആയി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബോക്സ് ഞാൻ എംപ്റ്റി ആക്കി വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ കുറച്ചധികം പുളിമിഠായി ഉണ്ട്. അടുത്തത് സ്റ്റിക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇത് ക്രഞ്ചി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഷുഗർ പേൾസ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ഓറഞ്ച് ആൻഡ് ലൈം കാൻഡി ആണ്, അതായത് നമ്മുടെ നാരങ്ങ മിഠായി. ഇത് എപ്പോ കാണുകയാണെങ്കിലും തെങ്കാശി പട്ടണത്തിലെ കണ്ണേട്ടനായിരിക്കും ഓർമ്മ വരിക. പിന്നെ ഇതാ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള തേൻമിഠായി. അതും കഴിഞ്ഞ് അടുത്തത് ചോക്കോ മിഠായി, അല്ലെങ്കിൽ നമ്മൾ കടിച്ചാപറിച്ചെന്നൊക്കെ പറയാറുണ്ട്. ഇത് കാരമൽ മിഠായി. ഇനി കാണിക്കുന്ന ഈ ഒരു ഐറ്റവും ഈ ചോക്കോ മിഠായിന്റെ വേറൊരു കാറ്റഗറി ആണെന്ന് തന്നെ പറയാം. നോർമലി ഞങ്ങളുടെ അവിടെ കടിക്കാൻ അത്രയും ബുദ്ധിമുട്ടായോണ്ടായിരിക്കാം ഇതിന് കടിച്ചാപറിച്ച് എന്ന് പറയുന്നത്. ഇത് കയറ് മിഠായി അല്ലെങ്കിൽ ചക്രം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അതിനെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണമായിരിക്കും ഈ കാണുന്ന ഇംലി. ഇത് എത്ര കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് മടുക്കാറില്ല കേട്ടോ. അടുത്തത് ക്രഞ്ചി ആയിട്ടുള്ള എന്നൊരു ജാഗരി ഫ്ലേവർ ഒക്കെ വരുന്ന ഒരു കോൺ കാൻഡി ആണ് കേട്ടോ. അത് മാത്രല്ല കേട്ടോ, അതിന് കൂടെ കളേർഡ് ജെല്ലീസും കൂടി ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു പീനട്ട് ചിക്ക്, അതായത് നമ്മുടെ കടലമിഠായി. ഇതില് നമ്മുടെ ഫൈനൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഫ്റ്റ് ആൻഡ് വായിലിട്ട മെൽറ്റ് ആയി പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് പഞ്ഞുമിഠായി. ഇതിന് ചിലയിടത്ത് ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു പേര് കൂടി ഉണ്ട്. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ആൻഡ് ബ്യൂട്ടിഫുള്ളി നമ്മൾ ഈ ഒരു ബോക്സ് ഫിൽ ചെയ്തിട്ടുണ്ട്. നൗ മൈ ഹോൾ സ്വീറ്റ് ബോക്സ് ഇസ് റെഡി.